നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ആകാശത്ത് പക്ഷികളോ പട്ടങ്ങളോ ഉണ്ടെങ്കിൽ വിമാനങ്ങൾക്ക് ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനുമുള്ള അനുമതി നിഷേധിക്കപ്പെടാറുണ്ട്. കാരണം അവ വിമാന അപകട സാധ്യത കൂട്ടുമെന്നത് തന്നെയാണ്. വിമാനത്താവളങ്ങൾക്ക് സമീപത്ത് മാലിന്യ നിക്ഷേപങ്ങളോ പട്ടം പറത്തലുകളോ അനുവദിക്കാത്തതും ഇതുകൊണ്ടാണ്. എന്നാൽ പറന്നു പോകുമ്പോൾ എതിരെ ഒരു പക്ഷി വന്നാലും ഇത്തരമൊരു സന്ദർഭത്തിൽ പൈലറ്റിന്റെ മനസാന്നിധ്യമായിരിക്കും യാത്രക്കാരുടെ ജീവിതവും നിശ്ചയിക്കുക എന്നുള്ളതാണ്. അത്തരമൊരു സന്ദർഭത്തിന്റെ വീഡിയോ ഇപ്പോൾ വൈറലാവുകയാണ്. വീഡിയോ മാത്രമല്ല, അത്തരമൊരു സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങളുടെ ഒരു നടുക്കവും കൂടിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ വിമാനത്തിൽ പക്ഷിയിടിച്ചു. ഡൽഹി തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനമാണ് ലാൻഡ് ചെയ്യാൻ 200 അടി ഉയരത്തിൽ നിൽക്കുമ്പോൾ വിമാനത്തിൽ പക്ഷിയിടിച്ചത്. സുരക്ഷിതമായ ലാൻഡ് ചെയ്ത വിമാനത്തിന്റെ പൈലറ്റ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. പ്രാഥമിക പരിശോധനയിൽ വിമാനത്തിൽ കേടുപാടുകളില്ലെങ്കിലും വിശദ പരിശോധന ആവശ്യമായതിനെ തുടർന്ന് ഡൽഹിയിലേക്ക് ഇന്നുള്ള മടക്കയാത്ര റദ്ദാക്കി. യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം വിമാനം തിരികെ ഡൽഹിയിൽ പറക്കും. അതേസമയം മഴയെ തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ കഴിയാതിരുന്ന 2 വിമാനങ്ങൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചുവിട്ടു. ഇന്നലെ രാത്രി 8:42 ബാംഗ്ലൂരിൽ നിന്നും എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും 8:52 ഹൈദരാബാദിൽ നിന്നും എത്തിയ ഇൻഡിഗോ വിമാനവുമാണ് തിരിച്ചുവിട്ടത്. പക്ഷികൾ വിമാനത്തിലിടിച്ച് അപകടങ്ങൾ ഉണ്ടാവുന്നതും സർവീസ് മുടങ്ങുന്നതും പതിവായതോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞ മാസത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും മറ്റ് മന്ത്രിമാരുടെ നേതൃത്വത്തിലും ഒരു യോഗം വിളിച്ചിരുന്നു. ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനും സെക്രട്ടറിമാരും എയർപോർട്ട് അതോറിറ്റി, നഗരസഭ, അദാനി എന്നിവരുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. വിമാനത്താവളത്തിൽ 2018 മുതൽ ഇതുവരെ പക്ഷിയുമായി കൂട്ടിയിടിച്ച 128ഓളം വിമാനങ്ങളാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ കണക്കിൽ പറയുന്നു. എന്നാൽ പൈലറ്റുമാർ റിപ്പോർട്ട് ചെയ്ത കേസുകൾ ഇതിലേറെയാണ്. ഗുരുതര സ്വഭാവത്തിലുള്ള പക്ഷിയിടികൾ മാത്രമാണ് കേന്ദ്രത്തിന്റെ കണക്കിൽ ഉൾപ്പെടുന്നത്. ടേക്ക് ഓഫിനിടെ വിമാനത്തിൽ പക്ഷിയിടിച്ചതിനെ തുടർന്ന് 2 ആഴ്ച മുമ്പും വിമാനം റദ്ദാക്കിയിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 7:30 പുറപ്പെടേണ്ടിയിരുന്ന ഇൻഡിഗോ വിമാനമാണ് അന്ന് റദ്ദാക്കിയിരുന്നത്. ടേക്ക് ഓഫിന് തൊട്ട് മുൻപാണ് വിമാനത്തിൽ അന്ന് പക്ഷി ഇടിച്ചിരുന്നത്. തുടർന്ന് ബാംഗ്ലൂരിലേക്കുള്ള വിമാനം റദ്ദാക്കുകയായിരുന്നു. ഇതിന് പകരം വിമാനം വൈകുന്നേരമാണ് പുറപ്പെട്ടിരുന്നത്. അന്ന് പ്രശ്നം ഗുരുതരമായി മാറിയതോടുകൂടിയാണ് പക്ഷിയിടി ഒഴിവാക്കാൻ എന്ത് ചെയ്യാമെന്ന ആലോചനയിലേക്ക് യോഗം ചേരുന്നത്. പ്രദേശത്തെ മാലിന്യ നീക്കം കാര്യക്ഷമമാക്കണമെന്നും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും യോഗത്തിൽ തീരുമാനമായിരുന്നു, ചർച്ചയായിരുന്നു. മാത്രമല്ല, വിമാനത്താവളത്തിന്റെ നിശ്ചിത അകലത്തിൽ ഇറച്ചി വ്യാപാരം പാടില്ല എന്നുള്ള കർശന നിയന്ത്രണം തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മറ്റ് പക്ഷികൾ ഇവിടേക്ക് ആകർഷിക്കാനുള്ള പ്രധാന കാരണം മറ്റെന്തെങ്കിലും ഉണ്ടോ അടക്കമുള്ള കാര്യങ്ങളും പരിശോധിച്ച് വരും. പക്ഷേ തുടർച്ചയായി ഇങ്ങനെ പക്ഷി ഇടിക്കുന്നത് വിമാനങ്ങൾക്ക് അത്ര നല്ലതല്ല, വിമാനയാത്രകൾക്കും അത്ര നല്ലതല്ല. ഇത് എപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നില്ല.